Network News is brought to you in association with Gallericals Gold Park, manufacturers and wholesalers, Main Road, Payyanur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ് ലത്തീഫിയ സ്കൂളിന് സമീപം ബൈപാസ് റോഡ് പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Payyanur since 1938. കാർഷിക വികസന ബാങ്ക് പയ്യന്നൂർ ബ്രാഞ്ചുകൾ പയ്യന്നൂർ, ചെറുപുഴ, മാതമംഗലം, പെരിങ്ങോം. പവൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്, ഗോൾഡ്, ഡയമണ്ട്, സിൽവർ ആൻഡ് ബർത്ത് സ്റ്റോൺ. Malabar Gold and Diamonds. Celebrate the beauty of life. Juju Gold and Diamonds, Central Bazaar, Payyanur. നമസ്കാരം. നെറ്റ്വർക്ക് ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം കാണാം പ്രധാന വാർത്തകൾ. കാങ്കോൽ ബാങ്കിന്റെ സഹകരണ പെട്രോൾ പമ്പ് പ്രവർത്തനം ആരംഭിച്ചു. സഹകരണ മേഖലയിലെ ആദ്യത്തെ BPCL റീറ്റെയിൽ ഔട്ട്ലെറ്റ് സ്പീക്കർ AN ഷംസീർ ഉദ്ഘാടനം ചെയ്തു. തെയ്യം കലയാണോ അനുഷ്ഠാനമാണോ എന്ന ചോദ്യത്തിന് മറുപടിയുമായി ചരിത്രകാരനും കാലിക്കറ്റ് സർവകലാശാല മുൻ വൈസ് ചാൻസലറുമായ KKN കുറുപ്പ്. ലോകം മുഴുവനുമുള്ള ഗോത്രകലകളിൽ ഒന്ന് മാത്രമാണ് തെയ്യമെന്നും പുതിയ കാലത്ത് തെയ്യം പൊതുവേദികളിൽ കെട്ടരുതെന്ന നിലപാട് തെറ്റാണെന്നും KKN കുറുപ്പ്. മാത്തിൽ സർവീസ് സഹകരണ ബാങ്കിന്റെ കെട്ടിടോദ്ഘാടനവും യാത്രയയപ്പ് സമ്മേളനം ഉദ്ഘാടനവും സ്പീക്കർ AN ഷംസീർ നിർവഹിച്ചു. ദേശസൽകൃത ബാങ്കുകളേക്കാൾ ജനങ്ങൾക്ക് താങ്ങും തണലുമേകുന്നത് സഹകരണ ബാങ്കുകളാണെന്ന് AN ഷംസീർ. കാഴ്ചയുടെ വിസ്മയമൊരുക്കി തൃക്കരിപ്പൂർ രാമവില്യം കഴകം പെരുങ്കളിയാട്ടത്തിന്റെ ഭാഗമായി ഇളമ്പച്ചി മിനി സ്റ്റേഡിയത്തിൽ നടന്ന മെഗാ തിരുവാതിര. 600 അങ്കനമാർ ശിവസ്തുതിക്കും ശ്രീകൃഷ്ണസ്തുതിക്കുമൊത്ത് ചുവടുവെച്ചപ്പോൾ അത് ചരിത്രത്തിലേക്കുള്ള ചുവടുവെപ്പായി മാറി. വാർത്തകൾ വിശദമായി. കാങ്കോൽ ബാങ്കിന്റെ സഹകരണ പെട്രോൾ പമ്പ് പ്രവർത്തനം ആരംഭിച്ചു. സഹകരണ മേഖലയിലെ ആദ്യത്തെ BPCL റീറ്റെയിൽ ഔട്ട്ലെറ്റ് സ്പീക്കർ AN ഷംസീർ ഉദ്ഘാടനം ചെയ്തു. കാങ്കോൽ ബാങ്കിന്റെ സഹകരണ പെട്രോൾ പമ്പ് പ്രവർത്തനം ആരംഭിച്ചു. ഭാരത് പെട്രോളിയം കോർപ്പറേഷന്റെ സഹകരണ മേഖലയിലെ രാജ്യത്തെ ആദ്യത്തെ സംരംഭമാണിത്. കുണ്ടയംകോവിലുള്ള പമ്പിന്റെ ഉദ്ഘാടനം സ്പീക്കർ AN ഷംസീർ നിർവഹിച്ചു. എന്നാൽ ഒരു പുതിയ മേഖലയാണ് സിദിനും ഭരണസമിതിയും കുട്ടി തുറന്നിട്ടുള്ളത്. ഒരു പുതിയ മേഖല, അത് ജനങ്ങൾക്ക് ആവശ്യമായ ഇന്ധനം അടിക്കുന്ന ഫ്യൂവൽ പമ്പ്. ആ ഫ്യൂവൽ പമ്പാണ് ഇവിടെ ഉദ്ഘാടനം ചെയ്യുന്നത്. ഇതൊരു പുതിയ ഇനീഷ്യേറ്റീവാണ്. ഇതിന് ജനങ്ങളുടെ പിന്തുണ ഉണ്ടാകുമെന്ന ശുഭാപ്തി വിശ്വാസമാണ്. ഇത് വളരെ വേഗത്തിൽ വാഹനങ്ങൾ ഓടിച്ചു പോകുന്ന, ഒരുപക്ഷെ ചെറുപുഴ ഉൾപ്പെടെയുള്ള കാസർഗോഡ് മേഖലയിൽ കടന്നു പോകാൻ സാധിക്കുന്ന ഒരു മേഖലയാണ്. ഒന്ന്, ഈ മേഖലയിലെ ജനങ്ങളുടെ തീരുമാനം ഇതിനെ സഹായിക്കേണ്ടത് ഞങ്ങളുടെ ഉത്തരവാദിത്വമാണ്. ചടങ്ങിൽ TI മധുസൂദനൻ MLA അധ്യക്ഷനായി. KP രതി റിപ്പോർട്ട് അവതരിപ്പിച്ചു. സെയിൽ ബിൽഡിംഗിന്റെ ഉദ്ഘാടനം മുൻ MLA MV ജയരാജൻ നിർവഹിച്ചു. അഡ്ബ്ലൂ ഡിസ്പെൻസറിന്റെ ഉദ്ഘാടനം TV രാജേഷ് നിർവഹിച്ചു. എയർ പോയിന്റ് യൂണിറ്റിന്റെ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് PV വത്സല നിർവഹിച്ചു. അതിദരിദ്രർക്കുള്ള സഹായ വിതരണം പഞ്ചായത്ത് പ്രസിഡന്റ് MV സുനിൽകുമാറും ക്വിക്ക് ഓയിൽ ചേഞ്ച് യൂണിറ്റിന്റെ ഉദ്ഘാടനം C സത്യപാലനും തൊഴിലാളികൾക്കുള്ള ID കാർഡ് വിതരണം V ശശിധരനും നിർവഹിച്ചു. നന്ദകുമാർ K, NK സൈബുന്നിസ എന്നിവർ ഇടപാടുകാരെ ആദരിച്ചു. PP സിദിൻ, K പത്മിനി, KV സുരേഷ് ബാബു, KP കണ്ണൻ, C രമേശൻ, T ദിവാകരൻ മാസ്റ്റർ, P രാധാകൃഷ്ണൻ, PV വിജയൻ, അബ്ദുൾ റഹ്മാൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. തെയ്യം കലയാണോ അനുഷ്ഠാനമാണോ എന്ന ചോദ്യത്തിന് മറുപടിയുമായി ചരിത്രകാരനും കാലിക്കറ്റ് സർവകലാശാല മുൻ വൈസ് ചാൻസലറുമായ KKN കുറുപ്പ്. ലോകം മുഴുവനുമുള്ള ഗോത്രകലകളിൽ ഒന്ന് മാത്രമാണ് തെയ്യമെന്നും പുതിയ കാലത്ത് തെയ്യം പൊതുവേദികളിൽ കെട്ടരുതെന്ന നിലപാട് തെറ്റാണെന്നും KKN കുറുപ്പ് അഭിപ്രായപ്പെട്ടു. ഗോത്രകലകളിൽ ലോകം മുഴുവനുള്ള ഗോത്രകലയുടെ 3000-4000 കൊല്ലം പഴക്കമുള്ള ഗോത്രകലയുടെ ഭാഗമായിട്ടാണ്
ഇതിനെ കാണുന്നത്. നമുക്ക് സൗത്ത് ഈസ്റ്റ് ഏഷ്യയിൽ പോയാൽ തെയ്യത്തിൻ്റെ വേറൊരു രൂപം കാണാം, സിലോണിൽ പോയാൽ തെയ്യത്തിൻ്റെ രൂപങ്ങൾ കാണാം. അപ്പോൾ ഈ ഒരു കലാരൂപം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അനുഷ്ഠാനത്തിൽ മാത്രമേ അതിൽ ഈശ്വര ഇതുള്ളൂ. ഇപ്പോൾ നമ്മളെ സിറ്റിംഗ് ഡ്രോയിങ് റൂമിൽ ഒരു വിഷ്ണുവിൻ്റെ പ്രതിമ വെക്കുന്നു, അത് വെക്കാൻ പാടില്ല എന്ന് പറയുന്നൊരു ചിന്തകൾ കൂടെ വന്നിട്ടുണ്ട്. 1968 ഞാൻ ആദ്യമായിട്ട് ഈ തെയ്യത്തിൽ ഇടപെടുന്നത്. അന്ന് ഞാൻ ഇവിടെ കൊടക്കാടും പയ്യന്നൂരെല്ലാം ഞാൻ പട്ടയിൽ വില്ലേജ് ഓഫീസറായിട്ട് പണിയെടുത്തു. അതിനുശേഷമാണ് ഞാൻ പഠിക്കാനെല്ലാം പോയിട്ടുള്ളത്. അപ്പോൾ അന്നൊന്നും വരാത്തൊരു ചിന്താഗതി ഇന്ന് എങ്ങനെ വരുന്നു എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അതായത് എല്ലാ രംഗങ്ങളിലും മതമൗലികവാദം വന്നുകൊണ്ടിരിക്കുകയാണ്. ആ മതമൗലികവാദം വന്നപ്പോൾ തെയ്യം പുറത്ത് കെട്ടരുത് എന്ന് പറഞ്ഞ് ആ കലാകാരനെ പുറത്താക്കുന്ന വിധത്തിലുള്ള രീതി വരികയും അയാൾ തൻ്റെ ഉപജീവനത്തിന് വേണ്ടി ഞാൻ മാപ്പ് ചോദിക്കുന്നു, ഇനി ഞാൻ കെട്ടാൻ പോവുകയില്ല എന്നെല്ലാം പറയുന്നത് വാസ്തവത്തിൽ ഒരു കലാകാരൻ്റെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നതായിട്ടാണ് തോന്നുന്നത്. എനിക്കിന്ന് തെയ്യം കെട്ടണമെന്ന് തോന്നിയാൽ ഞാൻ തെയ്യം കെട്ടുകാരനല്ല. ഞാൻ അതിൻ്റെ പഠന ആന്ത്രോപോളജി, അതിൻ്റെ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട്, കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട് ഇതെല്ലാം പഠിക്കുന്ന ഒരു ചരിത്രകാരനും ഗവേഷകനുമാണ്. ഇപ്പോൾ തെയ്യത്തിൻ്റെ കലയെപ്പറ്റി നിങ്ങൾ പോകുമ്പോൾ മെഗാലിത്തിക് കൾച്ചർ, നിയോലിത്തിക് കൾച്ചർ അതെല്ലാം അറിയുന്നവർക്ക് മാത്രമേ അത് പറയാൻ പറ്റുള്ളൂ. മെഗാലിത്തിക് എടക്കൽ ഗുഹയിൽ തെയ്യത്തിൻ്റെ ഈ ഒരു ശിരോവസ്ത്രം പോലുള്ള വരകൾ, ഇരുമ്പുളി കൊണ്ടുണ്ടാക്കിയുള്ള വരകൾ ഞാൻ കണ്ടിട്ടുണ്ട്. ഇങ്ങനെയുള്ള പ്രാചീന കലകളിൽ നിന്ന് ഡെവലപ്പ് ചെയ്തിട്ടാണ് തെയ്യം വന്നെത്തിയിട്ട്. ഇപ്പോൾ തമിഴ്നാട്ടിലെ മുഴുവൻ കൾച്ചറും നമ്മൾ എടുത്തു നോക്കുകയാണെങ്കിൽ, കർണാടകത്തിലെ കൾച്ചർ എടുത്തു നോക്കുകയാണെങ്കിൽ ഹീറോ സ്റ്റോൺ എന്ന് പറയുന്നൊരു ഇതുണ്ട്. ഹീറോ സ്റ്റോൺ എന്ന് പറഞ്ഞാൽ നരിയെ വേട്ടയാടി പിടിച്ചു അല്ലെങ്കിൽ മരിച്ച ഒരാൾക്ക് വേണ്ടിയിട്ട് ഒരു കല്ല് സ്ഥാപിക്കുകയാണ്. ആ കല്ല് സ്ഥാപിക്കുമ്പോൾ അതിൻ്റെ ചുറ്റും നിന്ന് പൂരക്കളി പോലുള്ള പാട്ടുകൾ ഉണ്ടായിട്ടുണ്ട്, തുണങ്കൈ എന്ന് പറയുന്നിട്ടുള്ള ഡാൻസ് ഉണ്ടായിട്ടുണ്ട്, ഇതെല്ലാം ഉണ്ട്. ഈ കല്ലിന് മദ്യം നിവേദിച്ചിട്ടുണ്ട്, മുതിര തുടങ്ങിയിട്ടുള്ള ഇതായിട്ടുള്ള സാധനങ്ങൾ നിവേദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കൾച്ചറെല്ലാം വളർന്ന് മധ്യകാലത്തെത്തുമ്പോഴെന്തായി കളരി വളരുന്നു. ഇതെല്ലാം കൂടിയിട്ടൊരു കലാരൂപമായിട്ട് വരും. നിങ്ങൾ തെയ്യത്തിൻ്റെ വേഷവിധാനം നോക്കിയിട്ടുണ്ട്. അറബി നാടുകളിലെ ഡ്രസ്സുമായിട്ട് വളരെ ബന്ധമുണ്ട്. നമ്മളെ കഥകളി വന്നത് നിങ്ങൾ പറയെല്ലാം കേരളത്തിൻ്റെ സ്വന്തം ഒന്നുമല്ല. അറബി നാട്ടിൽ നിന്ന് 15-ാം നൂറ്റാണ്ട് 16-ാം നൂറ്റാണ്ടിൽ ഇവിടെ വന്നപ്പോൾ അവിടുത്തെ വസ്ത്രധാരണ രീതി, അവിടുത്തെ ഒരു ദൈവികമായിട്ടുള്ള ലുക്ക് ഇതെല്ലാം കഥകളിയിൽ വരാൻ കാണും. അതേസമയത്ത് കുചേലപത്നിയും മറ്റും അവതരിക്കും വെറും ഒരു മെഴുക്ക് രൂപം മാത്രമാണ് വരുന്നത്. അപ്പോൾ ഓരോ കലകളും വളർന്നുകൊണ്ടിരിക്കുന്നു, തകർന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ കല എന്തുകൊണ്ട് മനുഷ്യന് വേണ്ടിയിട്ട് നിലനിൽക്കുന്നു? ഇതിലൊരു വലിയ സാമൂഹ്യ പശ്ചാത്തലമുണ്ട്. ഇപ്പോഴും നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് സാധനങ്ങൾ വാങ്ങുന്നു. അതുപോലെ ഓരോ പ്രദേശത്തെയും സൂപ്പർ മാർക്കറ്റ് പോലെ ഫങ്ഷൻ ചെയ്തതാണ് തെയ്യവും അനുഷ്ഠാനവും കഴകങ്ങളും എല്ലാം എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നിങ്ങൾ ക്ഷമിക്കണം ഞാൻ തെറ്റു പറയുകയാണെങ്കിൽ. ഞാൻ കാണുന്ന കാഴ്ചപ്പാട് പറയാം, അത് ദൈവികമായിട്ട് വരുമ്പോൾ അതിൻ്റെ അനുഷ്ഠാനങ്ങൾ വരുന്നുണ്ട്. കളം വരഞ്ഞിട്ട് അതിൽ മുദ്ര വെക്കുന്നു, മദ്യം വെക്കുന്നു, നമ്മൾ മൺപാത്രം ഡെക്കറേറ്റ് ചെയ്തിട്ട് കലശം വെക്കുന്നു. ഈ കലശം എന്താണ്? കലശം എന്ന് പറഞ്ഞാൽ സർവ്വ ഐശ്വര്യ സിദ്ധിക്കും വേണ്ടിയിട്ടുള്ള ഒരു താന്ത്രിക വിദ്യയാണ്. ആ താന്ത്രിക വിദ്യ വന്നത് എവിടെ നിന്നാണ്? ബുദ്ധിസം, ജൈനിസം തുടങ്ങിയിട്ടുള്ളവരൊക്കെ താന്ത്രിക മതം ഉണ്ടായിരുന്നല്ലോ. ഗർഭപാത്രത്തിൻ്റെ ചിഹ്നമാണ് ഈ കലശം. അതിനെ നമ്മൾ ഡെക്കറേറ്റ് ചെയ്തിട്ട് വെക്കുന്നു, പൂവുകൾ കൊണ്ട് അലങ്കരിക്കും. ഇന്നും തമിഴ്നാട്ടിൽ കല്യാണ അവസരത്തിൽ പൂക്കളൻ ഡെക്കറേറ്റ് ചെയ്തിട്ട് തെയ്യത്തിൽ വെക്കുന്ന പോലെ. അപ്പോൾ ഈ അനുഷ്ഠാന വശങ്ങളൊന്നുമില്ലാതെ വെറുതെ കോസ്റ്റ്യൂംസ് കെട്ടിയിട്ട് ചെയ്യുന്നത് അതൊരു കലാരൂപം മാത്രമാണ് എന്ന് എൻ്റെ അഭിപ്രായം. മാത്തിൽ സർവീസ് സഹകരണ ബാങ്കിന്റെ കെട്ടിടോദ്ഘാടനവും യാത്രയയപ്പ് സമ്മേളനം ഉദ്ഘാടനവും സ്പീക്കർ എൻ ഷംസീർ നിർവഹിച്ചു. ദേശസാൽകൃത ബാങ്കുകളേക്കാൾ ജനങ്ങൾക്ക് താങ്ങും തണലുമേകുന്നത് സഹകരണ ബാങ്കുകളാണെന്ന് സ്പീക്കർ എൻ ഷംസീർ ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് പറഞ്ഞു. മാത്തിൽ സർവീസ് സഹകരണ ബാങ്ക് മാത്തിൽ ടൗണിൽ പുതിയതായി നിർമ്മിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനവും വിവിധ സംരംഭങ്ങളുടെ പ്രവർത്തനോദ്ഘാടനവും 36 വർഷത്തെ സ്തുത്യർഹമായ സേവനത്തിനു ശേഷം സർവീസിൽ നിന്നും വിരമിക്കുന്ന ബാങ്ക് സെക്രട്ടറി ടി തമ്പാന് യാത്രയപ്പ് സമ്മേളനവും നടന്നു. പ്രഭാത സായാഹ്ന ശാഖ കെട്ടിടോദ്ഘാടനം കേരള നിയമസഭാ സ്പീക്കർ എൻ ഷംസീർ നിർവഹിച്ചു. ദേശസാൽകൃത ബാങ്കുകളേക്കാൾ ജനങ്ങൾക്ക് താങ്ങും തണലുമേകുന്നത് സഹകരണ ബാങ്കുകളാണെന്ന് ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് സ്പീക്കർ എൻ ഷംസീർ പറഞ്ഞു. ഞാൻ ലോൺ ചോദിച്ചാൽ എൻ്റെ ഏട്ടൻ ലോൺ കുടുംബത്തിൽ ഇത്തരം ബാങ്കുകൾ നിഷേധിക്കുന്നത് ആ വീട്ടിൽ ഒരു പൊതുപ്രവർത്തനങ്ങളെ കുറിച്ചിട്ടാണ്. പക്ഷെ എന്നാൽ ഈ ബാങ്കുകളൊക്കെ നിങ്ങളുടെ ആവശ്യവുമായി സമീപിച്ചാൽ നിങ്ങളുടെ വലിപ്പ ചെറുപ്പം നോക്കാതെ നിങ്ങളുടെ ആവശ്യം എത്രയാണോ
ആ ആവശ്യത്തിനനുസൃതമായ ലോൺ സഹായിക്കും. അതാണ് ഈ ബാങ്കിന് 91 കോടി നിക്ഷേപ ബാക്കി നിൽക്കുള്ളതും 80 കോടി വായ്പയുള്ള സ്ഥാപനമായിരുന്നു. ടി.ഐ. മധുസൂദനൻ എം.എൽ.എ. ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. മാത്തിൽ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് പി. ശശിധരൻ സ്വാഗതം ആശംസിച്ചു. എം. രാജഗോപാലൻ എം.എൽ.എ. നീതി റൂഫിംഗ് ഷീറ്റ്സ് ആൻഡ് പൈപ്സിന്റെ ഉദ്ഘാടനവും മുൻ എം.എൽ.എ. എം.വി. ജയരാജൻ നവീകരിച്ച നീതി മെഡിക്കൽസിന്റെ ഉദ്ഘാടനവും സഹകരണ സംഘം കണ്ണൂർ ഡെപ്യൂട്ടി രജിസ്ട്രാർ അജിത എടക്കാടൻ സ്ട്രോങ് റൂം ആൻഡ് ലോക്കറിന്റെ ഉദ്ഘാടനവും നിർവഹിച്ചു. പയ്യന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി. വി. വത്സല ആധുനിക കാർഷിക യന്ത്രോപകരണങ്ങളുടെ വിൽപ്പന കേന്ദ്രം അഗ്രിടെക് ഉദ്ഘാടനം ചെയ്തു. കാങ്കോൽ ആലപ്പടമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം. വി. സുനിൽകുമാർ നവീകരിച്ച അഗ്രിമാർട്ടിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. മാത്തിൽ സർവീസ് സഹകരണ ബാങ്ക് സെക്രട്ടറി ടി. തമ്പാൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. 36 വർഷത്തെ സ്തുത്യർഹമായ സേവനത്തിനു ശേഷം വിരമിക്കുന്ന ബാങ്ക് സെക്രട്ടറി ടി. തമ്പാനുള്ള യാത്രയയപ്പും ചടങ്ങിൽ നടന്നു. നിയമസഭാ സ്പീക്കർ എ. എൻ. ഷംസീർ ടി. തമ്പാന് ഉപഹാരം നൽകി. സി. സത്യപാലൻ, നന്ദകുമാർ കെ. വി, എം. കെ. സൈബുനീസ, അനിൽകുമാർ സി. കെ, കെ. വി. ഗോവിന്ദൻ, പി. പി. സിദിൻ, കെ. അജിത, കെ. പത്മിനി, കെ. പങ്കജാക്ഷൻ, വി. വി. ഭാസ്കരൻ, എൻ. കെ. രാജൻ, കെ. വി. ശൈലജ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. തുടർന്ന് മെഗാ മാജിക് വിസ്മയം അരങ്ങേറി. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. അറുന്നൂറ് അങ്കനമാർ ശിവസ്തുതിക്കും ശ്രീകൃഷ്ണസ്തുതിക്കും ഒത്ത് ചുവടുവെച്ചപ്പോൾ അത് ചരിത്രത്തിലേക്കുള്ള ചുവടുവെപ്പായി മാറി. തൃക്കരിപ്പൂർ രാമവല്യം കഴകം പെരുങ്കളിയാട്ടത്തിന്റെ ഭാഗമായി ഇളമ്പച്ചി മിനി സ്റ്റേഡിയത്തിൽ നടന്ന മെഗാ തിരുവാതിരയാണ് കാഴ്ചയുടെ വിസ്മയമൊരുക്കിയത്. രാമവല്യം കഴകത്തിനു കീഴിലെ 5 മുണ്ടകളുടെയും അറകളുടെയും പരിധിയിലുള്ള 600ഓളം വനിതകളാണ് തിരുവാതിരയ്ക്ക് ചുവടുവെച്ചത്. ചടുലമായ അവതരണം കൊണ്ടും ഹൃദ്യമായ താളം കൊണ്ടും തിരുവാതിര കാഴ്ചക്കാരിൽ വിസ്മയം സൃഷ്ടിച്ചു. കലാ സാംസ്കാരിക സമിതിയുടെ നേതൃത്വത്തിലാണ് മെഗാ തിരുവാതിര സംഘടിപ്പിച്ചത്. ഉദിനൂരിലെ അനുപമ നിധിനാണ് പരിശീലിപ്പിച്ചത്. വിദ്യാർത്ഥികളും വീട്ടമ്മമാരും ഉൾപ്പെടെ നാനാതുറകളിലുള്ള വനിതകളാണ് തിരുവാതിര അവതരിപ്പിച്ചത്. മിനി സ്റ്റേഡിയത്തിൽ ആയിരങ്ങളെ സാക്ഷിയാക്കിയാണ് തിരുവാതിര അരങ്ങേറിയത്. ശിവസ്തുതി, ശ്രീകൃഷ്ണസ്തുതി, കഴകം ചരിത്രം ഉൾക്കൊള്ളിച്ചുള്ള വരികൾ എന്നിവയ്ക്കാണ് വനിതകൾ ചുവടുവെച്ചത്. 4 മാസം കൊണ്ട് ഒളവറ, കൂലേരി, തടിയൻകോവൽ, പടന്ന, പേക്കടം തുടങ്ങിയ 5 കീഴ്ഘടക ക്ഷേത്രങ്ങളിലെ 18 വയസ്സിനും 70 വയസ്സിനുമിടയിലുള്ള വനിതകളാണ് തിരുവാതിര അവതരിപ്പിച്ചത്. ശ്രീ രാമവല്യം കഴകം കലാ സാംസ്കാരിക കമ്മിറ്റി ആവശ്യപ്പെട്ട പ്രകാരമാണ് ഇപ്പോൾ ഇവിടെ ഒരു മെഗാ തിരുവാതിര പരിശീലിപ്പിച്ചിട്ടുള്ളത്. രാമവല്യം കഴകത്തിൻ്റെ 5 ഉപക്ഷേത്രങ്ങളിൽ പോയിട്ടാണ് ഇപ്പോൾ പരിശീലിപ്പിച്ചിട്ടുള്ളത്. ഈ 5 ഉപക്ഷേത്രങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് തടിയങ്കോൽ മുണ്ട്യ, പടന്ന മുണ്ട്യ, കൂലേരി മുണ്ട്യ, കുറുവാപ്പള്ളി മുണ്ട്യ, കുറുവാപ്പള്ളി അറ, ഒളവറ മുണ്ട്യ എന്നീ ഉപക്ഷേത്രങ്ങൾ ചേർന്നതാണ് ശ്രീരാമവല്യം കഴകം. അപ്പോൾ ഈ 600 പേര് ഒരു മുണ്ട്യയിൽ 120 ആൾ തോതിലാണ് നമ്മിത് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൽ കുറച്ച് ആൾക്കാർ കുറവുണ്ട്, എന്നാലും നല്ല വിജയമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. 3 ദിവസത്തിലൊരിക്കൽ ഒരു ക്ഷേത്രത്തിൽ എന്ന കണക്കിലാണ് വൈകുന്നേരങ്ങളിൽ വനിതകളെ പരിശീലിപ്പിച്ചതെന്ന് അനുപമ നിധിൻ പറഞ്ഞു. മിഥുൻ മോഹൻ, വിജിത മനോജ്, കെ. കെ. ഗീതു, പി. വി. ആതിര, പി. അപർണ എന്നിവരാണ് പരിശീലനത്തിൽ സഹായിച്ചത്. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ. മാർച്ച് 24 നടക്കുന്ന ചലോ പാർലമെന്റ് മോട്ടോർ തൊഴിലാളി മാർച്ചിന്റെ പ്രചരണാർത്ഥം കോൺഫെഡറേഷൻ ഓഫ് ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് ജില്ലാ കമ്മിറ്റിയുടെ വാഹനജാഥ പര്യടനം തുടങ്ങി. പയ്യന്നൂർ ഷേണായി സ്ക്വയറിൽ CITU ജില്ലാ പ്രസിഡന്റ് സി. കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. മാർച്ച് 24 നടക്കുന്ന ചലോ പാർലമെന്റ് മോട്ടോർ തൊഴിലാളി മാർച്ചിന്റെ പ്രചരണാർത്ഥം കോൺഫെഡറേഷൻ ഓഫ് ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് ജില്ലാ കമ്മിറ്റിയുടെ വാഹനജാഥ പര്യടനം തുടങ്ങി. ഇന്ധനവില കുറയ്ക്കുക, 2019 മോട്ടോർ വാഹന ഭേദഗതി നിയമത്തിലെ തൊഴിലാളി വിരുദ്ധ വകുപ്പുകൾ പിൻവലിക്കുക, കേന്ദ്ര സർക്കാർ ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കുക, തൊഴിലാളി വിരുദ്ധ ലേബർ കോഡുകൾ റദ്ദാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പാർലമെന്റ് മാർച്ചും അന്നേ ദിവസം കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ മാർച്ചും സംഘടിപ്പിക്കുന്നത്. പയ്യന്നൂർ ഷേണായി സ്ക്വയറിൽ CITU ജില്ലാ പ്രസിഡന്റ് സി. കൃഷ്ണൻ വാഹനജാഥ ഉദ്ഘാടനം ചെയ്തു. മോട്ടോർ മേഖലയെ ബാധിക്കുന്ന വിവിധങ്ങളായ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് പാർലമെന്റ് മാർച്ചും അതിൻ്റെ ഭാഗമായി
വിവിധ തലങ്ങളിലുമുള്ള സമരങ്ങൾ സംഘടിപ്പിക്കുന്നു. നേരത്തെ ഉന്നയിക്കുന്ന മുദ്രാവാക്യങ്ങൾ സംബന്ധിച്ചും മറ്റും ജാഥയുടെ ലീഡറും ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ള എല്ലാ സംഘടനകളുടെയും നേതാക്കന്മാർ ഇവിടെ സന്നിഹിതരായിട്ടുണ്ട്. അവർ 2-3 സഖാക്കൾ ആ വക കാര്യങ്ങൾ ഇവിടെ വിശദീകരിക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. CITU ജില്ലാ സെക്രട്ടറി PV കുഞ്ഞപ്പൻ അധ്യക്ഷത വഹിച്ചു. കാരായി രാജൻ, P സന്തോഷ്, KK കൃഷ്ണൻ, PV പത്മനാഭൻ എന്നിവർ സംസാരിച്ചു. ഓട്ടോ ടാക്സി ലൈറ്റ് മോട്ടോർ ഫെഡറേഷൻ സംസ്ഥാന സെക്രട്ടറി VK ബാബുരാജ് ജാഥ ലീഡറും ഓട്ടോറിക്ഷ ഡ്രൈവേഴ്സ് യൂണിയൻ കോർഡിനേഷൻ സെക്രട്ടറി UV രാമചന്ദ്രൻ വൈസ് ക്യാപ്റ്റനുമാണ്. കോൺഫെഡറേഷൻ ഓഫ് ട്രാൻസ്പോർട്ട് വർക്കേഴ്സ് കൺവീനർ K ജയരാജനാണ് മാനേജർ. TP ശ്രീധരൻ, A പ്രേമരാജൻ, P ചന്ദ്രൻ, VV പുരുഷോത്തമൻ, VK മനോജ് എന്നിവരാണ് ജാഥാംഗങ്ങൾ. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പയ്യന്നൂരിൽ MDMA-യുമായി 2 പേരെ പിടികൂടി. മംഗലാപുരത്ത് നിന്നും തളിപ്പറമ്പ് ഭാഗത്തേക്ക് വിൽപ്പനക്കായി കൊണ്ടുപോകുന്നതിനിടയിലാണ് MDMA-യുമായി 2 യുവാക്കളെ പോലീസ് പിടികൂടിയത്. പയ്യന്നൂർ കണ്ടോത്ത് കോത്തായിമുക്കിൽ നിന്നും വാഹന പരിശോധനയ്ക്കിടയിലാണ് മയക്കുമരുന്നുമായി യുവാക്കളെ പോലീസ് പിടികൂടിയത്. കണ്ണൂർ തളിപ്പറമ്പ് ചുടല സ്വദേശി മുഹമ്മദ് അഫ്രീദി, തളിപ്പറമ്പ് സെയ്ദ് നഗറിലെ മുഹമ്മദ് ദിൽഷാദ് എന്നിവരെയാണ് KL 60S 2298 നമ്പർ ബ്ലാക്ക് ഇന്നോവ കാറിൽ കടത്തുകയായിരുന്ന മയക്കുമരുന്നുമായി പോലീസിന്റെ പിടിയിലായത്. 40 ഗ്രാമിന് മുകളിൽ MDMA-യാണ് ഇവരിൽ നിന്നും പിടികൂടിയത്. മംഗലാപുരത്തു നിന്നും തളിപ്പറമ്പ് ഭാഗത്തേക്ക് വിൽപ്പനയ്ക്കായി കൊണ്ടുപോകുന്നതിനിടയിലാണ് MDMA-യുമായി യുവാക്കളെ പോലീസ് പിടികൂടിയത്. കണ്ണൂർ റൂറൽ SP-യുടെ ലഹരിവിരുദ്ധ സ്ക്വാഡിന്റെ സഹായത്തോടെ പയ്യന്നൂർ SHO ശ്രീഹരി KP-യും സംഘവുമാണ് യുവാക്കളെ പിടികൂടിയത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. മാനവ മൈത്രി സന്ദേശം പകർന്ന് തൃക്കരിപ്പൂർ രാമവില്യം കഴകം പെരുങ്കളിയാട്ട മഹോത്സവ ഭാഗമായി സംഘടിപ്പിച്ച മതസൗഹാർദ്ദ സംഗമം ചരിത്രകാരനും കോഴിക്കോട് സർവകലാശാല മുൻ വൈസ് ചാൻസലറുമായ ഡോക്ടർ KN കുറുപ്പ് സംഗമം ഉദ്ഘാടനം ചെയ്തു. പതിറ്റാണ്ടുകൾക്കപ്പുറം തന്നെ മതസൗഹാർദ്ദത്തിന്റെ വിളനിലമാണ് തൃക്കരിപ്പൂരിന്റെ ദേശചരിത്രമെന്നും ആ സൗഹാർദ്ദത്തിനു വേണ്ടി വിവിധ കഴകങ്ങൾ പ്രധാന പങ്ക് വഹിക്കുന്നുണ്ടെന്നും ഉദ്ഘാടകനായ ഡോക്ടർ KN കുറുപ്പ് അഭിപ്രായപ്പെട്ടു. 29 പേരെടുത്ത് 30 കൈയിൽ എത്തിയ കാറ്റ് അദ്ദേഹം കരഞ്ഞുകൊണ്ട് ശിവാനന്ദ ആശ്രമത്തിൽ പോയി സ്വാമി ശിവാനന്ദജിയോട് ഇതാണ് സംഭവം. ഇന്ത്യയുടെ പ്രസിഡന്റ് ഒരു 24-25 വയസ്സ്. അപ്പോൾ സ്വാമി പറയുകയാണ്, യു ആർ ഡെസ്റ്റിൻഡ് ഫോർ സം അതർ തിങ്സ്, നോട്ട് ഫോർ ദിസ്. എന്റെ ചെറുപ്പം മുതൽ തൃക്കരിപ്പൂരിന്റെ വികസന ശില്പികളിൽ ഒരാളായ VPP മുഹമ്മദ് കുഞ്ഞി പട്ടേലറുമായുള്ള ബന്ധമാണ് ഈ നാടുമായി എന്നെ അടുപ്പിച്ചത്. അല്ലെങ്കിൽ ഞാൻ ഇവിടെ ഒരു അപരിചിതനായി മാറിയേനെയെന്നും അദ്ദേഹം പറഞ്ഞു. രാമവില്യം കഴകം പെരുങ്കളിയാട്ടം സംഘാടക സമിതി വർക്കിംഗ് ചെയർമാൻ CV കണ്ണൻ അധ്യക്ഷത വഹിച്ചു. ശിവഗിരി മഠത്തിലെ സ്വാമി ശിവസ്വരൂപാനന്ദ, കണ്ണൂർ രൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ഡോക്ടർ ക്ലാരൻസ് പാലിയത്ത്, ഇന്ത്യൻ ഹജ്ജ് കമ്മിറ്റി ചെയർമാനും മുൻ MP-യുമായ AP അബ്ദുള്ളക്കുട്ടി എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. സ്വീകരണ കമ്മിറ്റി ചെയർമാൻ T സുരേഷ് ബാബു, കൺവീനർ വൈക്കത്ത് രാജേഷ്, KV ഗോപാലൻ, TS രമേശൻ, VK ചന്ദ്രൻ, TT പവിത്രൻ, MK രാജേഷ്, പുതിയടത്ത് ഗോപാലൻ, KP അഷ്റഫ്, VM ശ്രീധരൻ, U പത്മനാഭൻ, VV വിജയൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്. തൃക്കരിപ്പൂർ രാമവില്യം കഴകം പെരുങ്കളിയാട്ട മഹോത്സവത്തിന്റെ ഭാഗമായി ഇളമ്പച്ചിയിലൊരുക്കിയ അഖിലേന്ത്യാ പ്രദർശന നഗരിയിലെത്തിയാൽ സയൻസിനെ കണ്ടറിയാം, തൊട്ടറിയാം, ചിരിച്ചാസ്വദിച്ച് പഠനം രസകരമാക്കാം. കാണാം ശാസ്ത്രരംഗത്തെ കൗതുക കാഴ്ചകൾ. രാമവില്യം കഴകം പെരുങ്കളിയാട്ടത്തോടനുബന്ധിച്ചുള്ള അഖിലേന്ത്യാ പ്രദർശന നഗരിയിലാണ്. ഇവിടെ ഒരു സ്റ്റാളിലെത്തിയപ്പോൾ വളരെ ഹൃദ്യമായി തോന്നി. സയൻസ് സ്മൈൽസ് എന്നാണ്. പക്ഷേ ദിനേഷ് കുമാർ എന്നാണ് മാഷിന്റെ പേര്. ദിനേഷ് കുമാർ തെക്കുംപാട് നാട്ടുകാരൻ തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സ്റ്റാള് ഇവിടെ ഒരുക്കാൻ വേണ്ടിയിട്ട് എന്തായിരുന്നു അതിന് പിന്നിലുള്ള ഒരു ചേതോ വികാരം എന്തുവായിരുന്നു? കഴിഞ്ഞ 30 വർഷമായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രവർത്തനം ശാസ്ത്രം തന്നെയാണ്. അതായത് ഞാൻ 30 വർഷമായി ചെയ്ത ശാസ്ത്ര പരീക്ഷണ കളരിയും ശാസ്ത്ര ഗാലറിയും കൂടി ചേർത്തിട്ടാണ് ഇത്ര വിശാലമായ സയൻസ് ആൻഡ് സ്മൈൽ എന്ന ശാസ്ത്ര വിജ്ഞാന ഗാലറി ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. നാട്ടിലൊരു കളിയാട്ടം വന്ന സമയത്ത് വിശാലമായിട്ട് ചെയ്യുകയാണ്.
അപ്പോൾ ശാസ്ത്രം മധുരമാണ്, പഠിക്കുവാൻ ഏറ്റവും രസകരമാണ്. ഇവിടെ അതൊക്കെ ആളുകൾക്ക് അല്ലെങ്കിൽ കുട്ടികൾക്കൊക്കെ വന്ന് കണ്ടറിഞ്ഞ് തൊട്ടറിഞ്ഞ് പഠിക്കുവാനുള്ളതാണ് എന്നൊക്കെയാണ് ഈ സ്റ്റാളിന് പിന്നിലുള്ള കാര്യം അല്ലേ? തീർച്ചയായിട്ടും. അതായത് ഒരു LP ക്ലാസ് മുതൽ സെക്കൻഡറി ക്ലാസ് വരെ മാത്രമല്ല, ശാസ്ത്രത്തെ ഇഷ്ടപ്പെടുന്ന ആർക്കും, ശാസ്ത്ര കുതികൾക്ക് എല്ലാവരെയും തൃപ്തിപ്പെടുന്ന രീതിയിൽ 60ഓളം ശാസ്ത്ര പ്രവർത്തന മാതൃകകൾ, മോഡലുകൾ നേരത്തെ പറഞ്ഞ പോലെ രസകരമായി വിജ്ഞാനപ്രദമായി ഒരുപക്ഷെ ഇത് കഴിഞ്ഞതിന് ശേഷം അന്വേഷണം അല്പമാവുന്ന രീതിയിലാണ് ഇത് തയ്യാറാക്കിയിട്ടുള്ളത്. അതെ, കാണുമ്പോഴുള്ളൊരു കൗതുകം, ഇപ്പം നമ്മൾ തലമാത്രമുള്ളൊരു മനുഷ്യൻ എന്ന് പറഞ്ഞിട്ട് അതുപോലെ കാന്തങ്ങൾ കൊണ്ടുള്ള കുറേ പ്രവർത്തനങ്ങളും ഒക്കെ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ കുട്ടികൾക്കാണെങ്കിലും അല്ലെങ്കിൽ മുതിർന്നവർക്കാണെങ്കിലും ഇത് എന്താണെന്ന് അറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി, ഇത് കൂടുതൽ നേരം അതെ എല്ലാത്തിൻ്റെ പിന്നിലൊരു ശാസ്ത്രം ഉണ്ട് എന്നുള്ളതാണ് ഇതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ശാസ്ത്രീയമായ ചിന്തകൾ ഒഴിവാക്കിക്കൊണ്ട് അറിവിനോടൊപ്പം തിരിച്ചറിവുണ്ടായിക്കൊണ്ട് നമുക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മുന്നേറാൻ കഴിയും, നേട്ടങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി കഴിയുന്നുള്ള ഒരു ആഹ്വാനം കൂടി ഇതിൻ്റെ പിന്നിലുണ്ട്. ഇത് കണ്ടുപോകുന്ന കുട്ടികൾ ചിലപ്പോൾ വീട്ടിൽ ഇതിൻ്റെയൊക്കെ ചെറിയ മാതൃകകളൊക്കെ ഉണ്ടാക്കാനുള്ള ഒരു സാധ്യതയും തീർച്ചയായിട്ടും ഉണ്ടാവും. പഠനത്തോടൊപ്പം ആ പഠനം പ്രവർത്തനാധിഷ്ഠിതമാവുകയും പിന്നീട് നല്ല ശാസ്ത്രബോധവും ചിന്താശക്തിയും നിരീക്ഷണപാഠവും തീർച്ചയായിട്ടും ഉണ്ടാക്കിയെടുക്കാൻ ഈ സ്റ്റാളിനെ കൊണ്ട് ഉപകാരപ്പെടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതെ, പുസ്തകത്തിൽ എഴുതി തിയറി പഠിക്കുന്നതിനപ്പുറം പ്രാക്ടിക്കലായിട്ട് നമ്മൾ കണ്ടുപഠിക്കുമ്പോണ്ടാവുന്ന ഒരു സുഖം അത് മക്കളെ അനുഭവിക്കുക തന്നെ ചെയ്യും. തൊട്ടും ചെയ്തും പഠിച്ചാൽ ആ ശാസ്ത്രം രസകരമാവും, ആ പഠനം വിജ്ഞാനപ്രദവും ആസ്വാദകരമാവുമല്ലോ. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ വിശാലമായിട്ട് ഒരുക്കിയിട്ടുള്ളത്. ഇതിൽ ഞാൻ കണ്ടത് ചെറുതും വലുതുമായ കുറേ മോട്ടറുകളും വയറുകളും ഒക്കെ ഉപയോഗിക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന് പിന്നിൽ ഒരു വലിയ ചെലവുണ്ടോ? ശരിക്കും ഒരു 1.5 ലക്ഷത്തിൽ മേലെ ചിലവ് വരുന്ന ഒരു സാധനമാണ്. പക്ഷേ എൻ്റെ നാട്ടിലായതുകൊണ്ട് തന്നെ രാമവിലം ഘടകം കളിയാട്ടത്തിന് എൻ്റേതായ ഒരു സംഭാവന എന്നുള്ള രീതിയിലാണ് ഞാനിത് ഫ്രീ ആയിട്ട് ഒരുക്കിയിട്ടുള്ളത്. അപ്പോൾ ഇനി വരുന്ന ദിവസങ്ങളിലൊക്കെ ഒട്ടേറെ കുട്ടികളും മുതിർന്നവരും ഒക്കെ വന്ന് ഈ കിണറിനൊക്കെ ഒരു തത്വമുണ്ട് അല്ലേ? നമ്മളിവിടെ നിർമ്മിച്ചെടുത്തൊരു കിണറാണെന്ന് പറയാം. പ്രതിപദന തത്വം ഏറ്റവും കൂടുതൽ ആളുകൾ ആകർഷിക്കുന്നത് ഈ കിണറുകൾ പോലെയുള്ള സാധനങ്ങൾ തന്നെയാണ്. അത്ര മനോഹരമായിട്ടുണ്ട് എന്നാണ് അഭിപ്രായപ്പെടുന്നത്. അഭിപ്രായം അങ്ങനെയാണ്. ഇനി വരുന്ന ദിവസങ്ങളിലും ഒട്ടേറെ കുട്ടികളും മുതിർന്നവരും ഒക്കെ ഇവിടെ വന്ന് കണ്ട് സാറിന് ഒരുപാട് അഭിപ്രായങ്ങളൊക്കെ ആ വഴിയിൽ കിട്ടട്ടെ എന്ന് ആണ് ഈ ഒരു നിമിഷം എനിക്ക് പറയാനുള്ളത്. നെറ്റ്വർക്ക് ന്യൂസിന് വേണ്ടി ക്യാമറമാൻ സുമേഷിനൊപ്പം KN വർഷ. പഴയങ്ങാടി ഏഴോം മുട്ടുകണ്ടി റോഡ് യാത്രാ ദുരിതത്തിന് താൽക്കാലിക ആശ്വാസം. റോഡ് അറ്റകുറ്റപ്പണി ആരംഭിച്ചു. റോഡിന്റെ ശോചനീയാവസ്ഥ കഴിഞ്ഞ ദിവസം നെറ്റ്വർക്ക് ചാനൽ റിപ്പോർട്ട് ചെയ്തിരുന്നു. നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന പഴയങ്ങാടി ഏഴോം മുട്ടുകണ്ടി റോഡ് തകർന്നത് ജനങ്ങൾക്ക് ദുരിതം സൃഷ്ടിച്ചിരുന്നു. റോഡിലെ വലിയ കുഴിയിൽ വീണ ഇരുചക്രവാഹന യാത്രക്കാർ ഉൾപ്പെടെ അപകടത്തിൽപ്പെടുന്നത് പതിവായിരുന്നു. റോഡിന്റെ ശോച്യാവസ്ഥയെക്കുറിച്ച് കഴിഞ്ഞ ദിവസം നെറ്റ്വർക്ക് ചാനൽ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതേ തുടർന്നാണ് റോഡ് അറ്റകുറ്റപ്പണി ആരംഭിച്ചത്. പഴയങ്ങാടി, മുട്ടുകണ്ടി, ഏഴോമൂല റോഡ്, കോമത്തുബണ്ട് എന്നിവിടങ്ങളിലെ വലിയ കുഴികൾ അടച്ചതോടെ വാഹനയാത്രക്കാർക്ക് ഏറെ ആശ്വാസമായി. പഴയങ്ങാടിയിൽ നിന്ന് കയറ്റിറക്കങ്ങൾ ഒഴിവാക്കി തളിപ്പറമ്പിലേക്ക് എളുപ്പത്തിൽ എത്തിച്ചേരാൻ സാധിക്കുന്ന റോഡ് കൂടിയാണിത്. ഏറെ ടൂറിസം സാധ്യതയുള്ള പ്രദേശം കൂടിയാണ്. പഴയങ്ങാടി ഏഴോം മുട്ടുകണ്ടി റോഡ് പൂർണ്ണമായും മെക്കാഡൻ ടാറിംഗ് നടത്തി നവീകരിക്കണമെന്നും ജനങ്ങൾ ആവശ്യപ്പെടുന്നു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. മഹാശിവരാത്രി ദിനത്തിൽ പയ്യന്നൂർ നമ്പ്യാത്രക്കോവൽ ശിവക്ഷേത്രത്തിലെത്തുന്ന ഭക്തജനങ്ങൾക്ക് പ്രത്യേകം ലഭിക്കുന്ന ഒന്നാണ് പാനകവെള്ളം. കഴിഞ്ഞ 75 വർഷമായി ക്ഷേത്രത്തിൽ പാനക സേവ നടത്തുന്നത് പയ്യന്നൂരിലെ ഷേണായി കുടുംബങ്ങളാണ്. 1950 പയ്യന്നൂർ കൊക്കാനിശ്ശേരി അങ്ങാടിയിലെ ആദ്യകാല ആയുർവേദ ഷോപ്പായിരുന്ന ഇന്ത്യൻ മെഡിക്കൽ സ്റ്റോറിന്റെ വ്യാപാരാഭിവൃദ്ധിക്ക് വേണ്ടി വി ഉപേന്ദ്ര ഷേണായി, സഹോദരങ്ങളായ കമലാക്ഷ ഷേണായി, ശ്രീധര ഷേണായി എന്നിവർ 1950 മുതൽ പയ്യന്നൂർ നമ്പ്യാത്രക്കോവൽ ശിവക്ഷേത്രത്തിൽ നടത്തിവരുന്ന സേവയാണ് പാനകസേവ. ശിവരാത്രി ദിനത്തിൽ ക്ഷേത്രത്തിലെത്തുന്ന ആബാലവൃദ്ധം ജനങ്ങൾക്കും ശിവഭഗവാന്റെ നിവേദ്യമായി പാനകവെള്ളം വിതരണം ചെയ്യും. തിളച്ച വെള്ളത്തിൽ ചുക്ക്, കുരുമുളക്, ഏലം, ശർക്കര എന്നിവ ചേർത്താണ് പാനക നിവേദ്യം തയ്യാറാക്കുന്നത്. ഭഗവാന് നിവേദിച്ച ശേഷമാണ് ഇത് ഭക്തജനങ്ങൾക്ക് വിതരണം ചെയ്യുന്നത്. കഴിഞ്ഞ 75 വർഷമായി നടന്നുവരുന്ന ഈ ചടങ്ങ് ഷേണായി കുടുംബത്തിലെ 4ാമത്തെ തലമുറയാണ് ഏറ്റെടുത്ത് നടത്തുന്നത്. ചുക്ക്, മുളക്, ഏലക്കായി തുടങ്ങിയ ആയുർവേദ മരുന്നുകളാണ് ഉപയോഗിക്കുന്നത്. അത് നിശ്ചിത അളവിലാണ് ഉപയോഗിക്കുന്നത്. ഉണ്ടാക്കുന്നത് നമ്മളെല്ലാവരും കൂടി ഉണ്ടാക്കുന്നതാണ്. നമ്മളെ സഹോദരന്മാർ എല്ലാവരും കൂടിയിട്ട് ഉണ്ടാക്കുന്നതാണ്. ഡോക്ടർ UV ഷേണായി, S സതീഷ് ഷേണായി എന്നിവരും 5 വർഷം മുൻപ് മരണപ്പെട്ട K മോഹൻ ഷേണായി എന്നിവരുടെ കുടുംബാംഗങ്ങളുമാണ് ചടങ്ങ് നടത്തിവരുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ.
20ാമത് തൈക്കോണ്ടോ സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പിൽ കണ്ണൂർ ജില്ലയ്ക്ക് വേണ്ടി മെഡൽ നേടിയ കുട്ടികൾക്കായുള്ള മെഡൽ ദാന ചടങ്ങും സർട്ടിഫിക്കറ്റ് വിതരണവും എടാട്ട് ലൈഫ് ലൈൻ ഫിറ്റ്നസ് സെന്ററിൽ നടന്നു. കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ പ്രാർത്ഥന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. സാംസ് മിറാക്കിൾ തൈക്കോണ്ടോ ക്ലബ് ആൻഡ് ലൈഫ് ലൈൻ ഫിറ്റ്നസ് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ 20ാമത് തൈക്കോണ്ടോ സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പിൽ കണ്ണൂർ ജില്ലയ്ക്ക് വേണ്ടി മെഡൽ നേടിയ കുട്ടികൾക്കുള്ള മെഡൽ ദാന ചടങ്ങും സർട്ടിഫിക്കറ്റ് വിതരണവും എടാട്ട് ലൈഫ് ലൈൻ ഫിറ്റ്നസ് സെന്ററിൽ നടന്നു. കുഞ്ഞിമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ പ്രാർത്ഥന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, തൈക്കോണ്ടോ എന്ന് പറഞ്ഞതിനെ കുറിച്ച് ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ആയോധന കലയെക്കുറിച്ച് മാഷ് കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ലൈഫ് ലൈൻ ഫിറ്റ്നസ് സെന്ററിന്റെ നേതൃത്വത്തിൽ ഇത്തരത്തിലൊരു ക്ലാസ് ഏകദേശം 2 വർഷത്തോളമായി ലൈഫ് ലൈൻ ഫിറ്റ്നസ് സെന്റർ ഇവിടെ തുടങ്ങിയിട്ട് അന്നു മുതൽ നിരവധിയായിട്ടുള്ള തൈക്കോണ്ടോ മാത്രമല്ല, സുംബ ഡാൻസ്, അതുപോലെ തന്നെ നിരവധി കാര്യങ്ങൾ, ആരോഗ്യ ക്ലാസ്സുകളായാലും മറ്റും ഇതിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ നടന്നു വരുന്നുണ്ട്. ഒരുപാട് ആളുകൾ ട്രെയിനർമാരായിട്ട് ഇവിടെ എത്തിച്ചേരുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ തന്നെ തൈക്കോണ്ടോ ക്ലാസ്സിന് ഏകദേശം ഇപ്പോൾ മാഷ് സൂചിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട്. 40ഓളം കുട്ടികൾ ഇവിടെ പഠിക്കുന്നുണ്ട്. തൈക്കോണ്ടോ മാസ്റ്റർ സാം സക്കറിയ അധ്യക്ഷത വഹിച്ചു. പയ്യന്നൂർ ഡിവൈഎസ്പി കെ വിനോദ് കുമാർ, തിരക്കഥാകൃത്തും സിനിമാ സീരിയൽ താരവുമായ ചന്ദ്രമോഹൻ എന്നിവർ ചടങ്ങിൽ വിശിഷ്ടാതിഥികളായി പങ്കെടുത്തു. പ്രസീത മനോജ്, ലൈഫ് ലൈൻ ഫിറ്റ്നസ് സെന്റർ ട്രെയിനർ കെ അഭിലാഷ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. പ്രജാപിത ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയം കണ്ടോത്ത് വിശ്വശാന്തി ഭവനിൽ ശിവജയന്തി ആഘോഷിച്ചു. തുടർന്ന് മെഡിറ്റേഷനും ക്ലാസുകളും നടന്നു. പ്രജാപിത ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയം കണ്ടോത്ത് വിശ്വശാന്തി ഭവനിൽ 89ാം ശിവജയന്തി ബ്രഹ്മകുമാരി ശാന്ത, ബ്രഹ്മകുമാരി അനസൂയ എന്നിവരുടെ നേതൃത്വത്തിൽ സമുചിതമായി ആഘോഷിച്ചു. കണ്ടോത്ത് വിശ്വശാന്തി ഭവനിൽ ശിവധ്വജാരോഹണവും പ്രതിജ്ഞയെടുക്കൽ ചടങ്ങുകളോടെയുമാണ് ആഘോഷം ആരംഭിച്ചത്. തുടർന്ന് മെഡിറ്റേഷനും ക്ലാസുകളും നടന്നു. തുടർന്ന് നടന്ന ചടങ്ങിൽ പിലാത്തറ ലാസ്യ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ലത, ഗിന്നസ് ലോക റെക്കോർഡ് ഹോൾഡർ KM ഡേവിഡ്, ദിവാകരൻ മാസ്റ്റർ, പ്രൊഫസർ സനൽകുമാർ, ലഫ്റ്റനന്റ് കേണൽ രാഹുൽ, സുഷമ, കരൺ സിംഗ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ബ്രഹ്മകുമാർ ബാലകൃഷ്ണൻ നന്ദി രേഖപ്പെടുത്തി. മേഘ സ്വാഗത നൃത്തം അവതരിപ്പിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കാങ്കോൽ ആലപ്പടമ്പ് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ പഞ്ചായത്തിലെ ഭക്ഷണം വിതരണം ചെയ്യുന്ന സ്ഥാപനങ്ങളിലെ വെള്ളം പരിശോധനയ്ക്ക് വിധേയമാക്കി. പഞ്ചായത്ത് ലൈസൻസ് പുതുക്കി നൽകുന്നതിനുള്ള മുന്നോടിയായാണ് പരിശോധന നടത്തിയത്. കുടിനീർ തെളിനീർ കുടിക്കാം ശുദ്ധജലം പരിപാടിയുടെ ഭാഗമായി കാങ്കോൽ ആലപ്പടമ്പ് ഗ്രാമപഞ്ചായത്ത് പരിധിയിലെ ഹോട്ടലുകൾ, കൂൾ ബാർ, തട്ടുകടകൾ തുടങ്ങി ഭക്ഷണ വിതരണം ചെയ്യുന്ന വ്യാപാര സ്ഥാപനങ്ങളിലെ കിണർ ജലം ഗുണനിലവാര പരിശോധനയ്ക്ക് ശേഖരിച്ചു. പഞ്ചായത്ത് ലൈസൻസ് പുതുക്കി നൽകുന്നതിന്റെ മുന്നോടിയായി ജലത്തിന്റെ ഗുണനിലവാരം കൂടി ഉറപ്പുവരുത്തണമെന്ന പഞ്ചായത്തിന്റെയും ആരോഗ്യവകുപ്പിന്റെയും നിർദ്ദേശത്തെ തുടർന്നാണ് ജലപരിശോധന നടത്തുന്നത്. കാങ്കോൽ ആലപ്പടമ്പ് കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിലാണ് ജലപരിശോധന സംഘടിപ്പിച്ചത്. കാങ്കോൽ ടൗണിൽ നടന്ന സമാപന ചടങ്ങ് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ പത്മിനി ഉദ്ഘാടനം ചെയ്തു. നമുക്കത് മനസ്സമാധാനത്തോടുകൂടി കുടിക്കുന്നതിന് വേണ്ടിയും അല്ലെങ്കിൽ മറ്റ് സ്ഥാപനങ്ങളിലെല്ലാം വെള്ളം ഉപയോഗിക്കുന്നതിന് വേണ്ടി നമുക്ക് വലിയ രീതിയിൽ, കാരണം ആരെയും ഭയപ്പെടാതെ നമുക്ക് ആ സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കും. ഇപ്പോൾ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം ഏതാനും ആഴ്ചകൾ, മാസങ്ങൾ മുമ്പേ നമുക്കറിയാം പല ഹോട്ടലുകളിൽ അല്ലെങ്കിൽ പല ക്ഷേത്രങ്ങളിലെല്ലാം മുൻകാലങ്ങളിൽ ഭക്ഷണം എല്ലാം കൊടുത്തു വന്നിരുന്നു. ശുദ്ധജലത്തിന്റെ പ്രാധാന്യവും കിണർ ശുദ്ധീകരിക്കുന്ന രീതി, ജലഭക്ഷ്യജന്യ രോഗങ്ങൾ ഇവയെക്കുറിച്ച് ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ KT ജയപ്രകാശ് ക്ലാസ് എടുത്തു. വാർഡ് മെമ്പർ PM വത്സല, EC സതി, വ്യാപാരി സമിതി ജില്ലാ കമ്മിറ്റി അംഗം PV ഗോപി, KV മുരളി, കുന്നുമ്മൽ രാജൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. IRPC പയ്യന്നൂർ സോണൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രഥമ ശുശ്രൂഷ പരിശീലന ക്ലാസ് സംഘടിപ്പിച്ചു. പയ്യന്നൂർ NGO യൂണിയൻ ഹാളിൽ നടന്ന പരിപാടി നഗരസഭാ വൈസ് ചെയർമാൻ PV കുഞ്ഞപ്പൻ ഉദ്ഘാടനം ചെയ്തു. ഇനിഷ്യേറ്റീവ് ഫോർ റീഹാബിലിറ്റേഷൻ ആൻഡ് പാലിയേറ്റീവ് കെയർ പയ്യന്നൂർ സോണൽ കമ്മിറ്റി പ്രഥമ ശുശ്രൂഷ പരിശീലന ക്ലാസ് സംഘടിപ്പിച്ചു. പയ്യന്നൂർ NGO യൂണിയൻ ഹാളിൽ നടന്ന പരിപാടി നഗരസഭാ വൈസ് ചെയർമാൻ PV കുഞ്ഞപ്പൻ ഉദ്ഘാടനം ചെയ്തു.
നമുക്കറിയാം ഓരോ ദിവസം കഴിയുന്നതോറും കിഡ്നി പേഷ്യന്റ് വലിയ തോതിൽ വർദ്ധിച്ചു വരികയാണ്. ധാരാളം അപേക്ഷകരുണ്ട് ചികിത്സക്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഡയാലിസിസ് ചെയ്യുന്നതിന് വേണ്ടി അപേക്ഷിച്ച് നിൽക്കുന്നവർ. അവർക്കെല്ലാം ഡയാലിസിസ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള സംവിധാനം ഇന്ന് നമ്മുടെ ഗവൺമെന്റ് ആശുപത്രിയിലില്ല. അപ്പോൾ ഒരു യൂണിറ്റ് കൂടെ നമുക്ക് തുടങ്ങുകയാണെങ്കിൽ ഏറെക്കുറെ നമുക്ക് ആ പ്രശ്നത്തിൽ പരിഹാരം കാണാൻ കഴിയും. സോണൽ കമ്മിറ്റി ചെയർമാൻ ഡോക്ടർ എം ഹരിദാസ് അധ്യക്ഷത വഹിച്ചു. പയ്യന്നൂർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ പി വി സുമേഷ് ക്ലാസ് എടുത്തു. പയ്യന്നൂർ ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷൻ ഓഫീസർ പി വി പ്രകാശ് കുമാർ വിശിഷ്ടാതിഥിയായി ചടങ്ങിൽ പങ്കെടുത്തു. IRPC സോണൽ കമ്മിറ്റി കൺവീനർ പി വി ലക്ഷ്മണൻ, കെ വിജീഷ് എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. +1, +2 പൊതുപരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്കായി തുടർച്ചയായ 5ാം വർഷവും പയ്യന്നൂർ യൂത്ത് സെന്റർ ഗ്രന്ഥാലയത്തിൽ സംഘടിപ്പിച്ച കെമിസ്ട്രി നൈറ്റ് ശില്പശാല സമാപിച്ചു. പുതിയ കാലത്തെ പരീക്ഷാ രീതികളെ പരിചയപ്പെടുത്തുന്ന രസതന്ത്ര ശില്പശാല വിദ്യാർത്ഥികൾക്ക് ഏറെ പ്രയോജനകരമായി. +1, +2 പൊതുപരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്കായി തുടർച്ചയായ 5ാം വർഷവും പയ്യന്നൂർ യൂത്ത് സെന്റർ ഗ്രന്ഥാലയത്തിൽ വെച്ച് രസതന്ത്ര അധ്യാപകൻ CV രാജു നയിച്ച കെമിസ്ട്രി നൈറ്റ് ശില്പശാല സമാപിച്ചു. യുവജനക്ഷേമ ബോർഡ് കണ്ണൂർ ജില്ലാ കോർഡിനേറ്റർ അഡ്വക്കേറ്റ് സരിൻ ശശി ഉദ്ഘാടനം ചെയ്തു. 4 ദിവസത്തെ ശില്പശാലയിൽ പയ്യന്നൂരിലെയും പരിസര പ്രദേശങ്ങളിലെയുമുള്ള 12 വിദ്യാലയങ്ങളിൽ നിന്നായി 110 വിദ്യാർത്ഥികൾ ശില്പശാലയിൽ പങ്കെടുത്തു. മുൻവർഷ പരീക്ഷാ ചോദ്യപേപ്പറുകൾ, മാതൃകാ ചോദ്യങ്ങൾ, ഓരോ പാഠഭാഗത്തിലെയും പ്രധാന ഭാഗങ്ങൾ, മെമ്മറി ടെക്നിക്കുകൾ, ഷോർട്ട്കട്ട് രീതികൾ എന്നിവയാണ് ശില്പശാലയിൽ ഉൾപ്പെടുത്തിയത്. പുതിയ കാലത്തെ പരീക്ഷാരീതികളെ പരിചയപ്പെടുത്തുന്ന രസതന്ത്ര ശില്പശാല വിദ്യാർത്ഥികൾക്ക് ഏറെ പ്രയോജനകരമായി. +1, +2 കെമിസ്ട്രിയിലെ എല്ലാ പാഠഭാഗങ്ങളെയും ഉൾക്കൊള്ളുന്ന റിവിഷൻ മെറ്റീരിയലുകൾ വിതരണം ചെയ്തു. സമാപന പരിപാടിയിൽ യൂത്ത് സെന്റർ ട്രഷറർ OB സുനീഷ് അധ്യക്ഷത വഹിച്ചു. രജനീകാന്ത് S, സുധീർ M, EP ഹരീഷ് കുമാർ, പ്രശാന്ത് S എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. കണ്ണപുരം ചുണ്ട റെയിൽവേ ലെവൽ ക്രോസ് വഴിയുള്ള കാൽനടയാത്ര അപകടങ്ങൾക്ക് കാരണമാകുന്നു. യാത്രക്കാർ പോകുന്ന വഴി തടസ്സപ്പെടുത്തി നിർമ്മാണ സാമഗ്രികൾ ഇറക്കി വെച്ചതായും ആക്ഷേപം. ജനങ്ങൾക്ക് സുരക്ഷിതമായി യാത്ര ചെയ്യാൻ അവസരമൊരുക്കണമെന്ന് നാട്ടുകാർ. കണ്ണപുരം ചുണ്ട പ്രദേശത്തെ നാട്ടുകാർക്ക് ചെറുകുന്ന് കണ്ണപുരം ഭാഗത്തേക്കുള്ള പ്രധാന വഴിയാണിത്. വർഷങ്ങൾക്ക് മുൻപേ തന്നെ ഇവിടെ ലെവൽ ക്രോസ് ഉണ്ടെങ്കിലും വാഹനങ്ങൾക്ക് കടന്നു പോകാൻ സൗകര്യമില്ല. അതുകൊണ്ട് തന്നെ ജനങ്ങൾ കാൽനടയായാണ് ഇതുവഴി കടന്നു പോകുന്നത്. റെയിൽവേ ക്രോസിംഗിലേക്ക് പ്രവേശിക്കുന്ന സ്ഥലം ഏറെ അപകടം നിറഞ്ഞ് കല്ലുകൾ ഇളകിയ അവസ്ഥയിലാണ്. സാഹസപ്പെട്ട് വേണം റെയിൽവേ പാളം മുറിച്ചു കടക്കാൻ. ഇവിടെ യാത്രക്കാർ അപകടത്തിൽപ്പെടുന്നത് പതിവായിരിക്കുകയാണ്. സ്ത്രീകളും കുട്ടികളും വയോജനങ്ങളുമെല്ലാം ഏറെ ദുരിതം പേറിയാണ് ഇതുവഴി കടന്നു പോകുന്നത്. ഇതിനിടെ നിർമ്മാണ പ്രവൃത്തിക്കായി കൊണ്ടുവന്ന കോൺക്രീറ്റ് സ്ലാബുകളും മറ്റും വഴിയിലിറക്കി വെച്ചത് ഇതുവഴിയുള്ള യാത്ര ഏറെ ദുസ്സഹമാക്കുകയാണ്. വയസ്സായവർക്കും ഇതാക്കി നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. നമുക്ക് അത്ര പ്രശ്നമില്ല. ഞാൻ ഇടയ്ക്ക് സ്കൂളിൽ പാകിസ്ഥാൻ അധികം എത്തിയില്ല ഇതിലേ കൂടി ഇടയ്ക്ക് തന്നെ. ജനങ്ങൾക്ക് സുഗമമായി ഇതുവഴി കടന്നു പോകാൻ അവസരമൊരുക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. പഴയങ്ങാടി മുട്ടം വെള്ളച്ചാൽ ബദർ ജുമാ മസ്ജിദ് ഫെബ്രുവരി 27-ന് പണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ പഴയങ്ങാടിയിൽ അറിയിച്ചു. ആധുനിക സൗകര്യങ്ങളോടെ നിർമ്മിച്ച പഴയങ്ങാടി മുട്ടം വെള്ളച്ചാൽ ബദർ ജുമാ മസ്ജിദ് ഫെബ്രുവരി 27-ന് വൈകിട്ട് 6:30-ന് പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്യും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ പഴയങ്ങാടിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മുട്ടം മഹൽ ഖത്തീബ് അനീസ് ഹസൻ ഫൈസി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ഹാഷിർ ഭാഗവി മുഖ്യ പ്രഭാഷണം നടത്തും. SNP അമീർ അലി, SLP മൊയ്തീൻ, SKP മുത്തലിബ്, SKP സാദിഖ്, SLP റിയാസ് തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. കയ്യൂർ ചീമേനി ഗ്രാമപഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ സാന്ത്വന വളണ്ടിയർ പരിശീലനം സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് AG അജിത് കുമാർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. കയ്യൂർ ചീമേനി ഗ്രാമപഞ്ചായത്ത് 2024-25 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി കയ്യൂർ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന സാന്ത്വന പരിചരണം പദ്ധതിയുടെ ഭാഗമായുള്ള ദ്വിദിന വളണ്ടിയർ പരിശീലനം നടന്നു. കയ്യൂർ കുടുംബാരോഗ്യ കേന്ദ്രം കോൺഫറൻസ് ഹാളിൽ വെച്ച് നടന്ന പരിശീലന പരിപാടി കയ്യൂർ ചീമേനി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് AG അജിത് കുമാർ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ലിൻഡ റിജിത്ത് അധ്യക്ഷയായി. ഹെൽത്ത് ഇൻസ്പെക്ടർ K രാജീവൻ,
ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി ശശിധരൻ, എൻ വി രാമചന്ദ്രൻ, പി ലീല, കെ ശശികല എന്നിവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, കരിവള്ളൂർ. തലവിൽ മരുതിയോട്ട് ശ്രീ പുലിയൂർക്കാളി ക്ഷേത്രം കളിയാട്ട മഹോത്സവം സമാപിച്ചു. സമാപന ദിവസം വിവിധ തെയ്യക്കോലങ്ങൾ അരങ്ങിലെത്തി. 3 ദിനങ്ങളിലായി നടന്നുവന്ന തലവിൽ മരുതിയോട്ട് ശ്രീ പുലിയൂർക്കാളി ക്ഷേത്രം കളിയാട്ട മഹോത്സവം സമാപിച്ചു. പുലർച്ചെ 3 മണി മുതൽ വിവിധ തെയ്യക്കോലങ്ങളുടെ പുറപ്പാട് നടന്നു. കന്നിക്കൊരു മകൻ, കരിന്തിരിനായർ, പുലികണ്ഠൻ, പുലിയൂർക്കണ്ണൻ, വിഷ്ണുമൂർത്തി, പുള്ളിക്കരിങ്കാളി, പുലിയൂർക്കാളി, ഗുളികൻ എന്നീ തെയ്യക്കോലങ്ങൾ അരങ്ങിലെത്തി. ഉച്ചയ്ക്ക് ക്ഷേത്രത്തിൽ എത്തിച്ചേർന്ന മുഴുവൻ ഭക്തജനങ്ങൾക്കും അന്നദാനവും നടന്നു. വൈകിട്ട് ആറാടിക്കൽ ചടങ്ങോടെ കളിയാട്ട മഹോത്സവം സമാപിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. കുഞ്ഞിമംഗലം പൊങ്ങിലാട്ട് ശ്രീ വല്ലാകുളങ്ങര ഭഗവതി ക്ഷേത്രം കളിയാട്ട മഹോത്സവം ഫെബ്രുവരി 27, 28, മാർച്ച് 1 തീയതികളിൽ നടക്കും. വിവിധ തെയ്യക്കോലങ്ങൾ കെട്ടിയാടും. പ്രധാന വാർത്തകൾ വീണ്ടും. കാങ്കോൽ ബാങ്കിന്റെ സഹകരണ പെട്രോൾ പമ്പ് പ്രവർത്തനം ആരംഭിച്ചു. സഹകരണ മേഖലയിലെ ആദ്യത്തെ BPCL റീറ്റെയിൽ ഔട്ട്ലെറ്റ് സ്പീക്കർ AN ഷംസീർ ഉദ്ഘാടനം ചെയ്തു. തെയ്യം കലയാണോ അനുഷ്ഠാനമാണോ എന്ന ചോദ്യത്തിന് മറുപടിയുമായി ചരിത്രകാരനും കാലിക്കറ്റ് സർവകലാശാല മുൻ വൈസ് ചാൻസലറുമായ KKN കുറുപ്പ്. ലോകം മുഴുവനുമുള്ള ഗോത്രകലകളിൽ ഒന്ന് മാത്രമാണ് തെയ്യമെന്നും പുതിയ കാലത്ത് തെയ്യം പൊതുവേദികളിൽ കെട്ടരുതെന്ന നിലപാട് തെറ്റാണെന്നും KKN കുറുപ്പ്. മാത്തിൽ സർവീസ് സഹകരണ ബാങ്കിന്റെ കെട്ടിടോദ്ഘാടനവും യാത്രയയപ്പ് സമ്മേളനം ഉദ്ഘാടനവും സ്പീക്കർ AN ഷംസീർ നിർവഹിച്ചു. ദേശീയവൽകൃത ബാങ്കുകളേക്കാൾ ജനങ്ങൾക്ക് താങ്ങും തണലുമേകുന്നത് സഹകരണ ബാങ്കുകളാണെന്ന് AN ഷംസീർ. കാഴ്ചയുടെ വിസ്മയമൊരുക്കി തൃക്കരിപ്പൂർ രാമവില്യം കഴകം പെരുങ്കളിയാട്ടത്തിന്റെ ഭാഗമായി ഇളമ്പച്ചി മിനി സ്റ്റേഡിയത്തിൽ നടന്ന മെഗാ തിരുവാതിര. 600 അങ്കനമാർ ശിവസ്തുതിക്കും ശ്രീകൃഷ്ണസ്തുതിക്കുമൊത്ത് ചുവടുവെച്ചപ്പോൾ അത് ചരിത്രത്തിലേക്കുള്ള ചുവടുവെപ്പായി മാറി. വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.